ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുകയാണ്. നവീൻ ബാബുവിനെ കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയതാണെന്നും സംസ്ഥാന പോലീസ് അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്നും കുടുംബം ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയാണ് ഹർജി നൽകിയത്. ജസ്റ്റിസ് ബച്ചു കുര്യൻ അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് ഇന്ന് ഹൈക്കോടതിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. ADM നവീൻ ബാബുവിന്റെ കുടുംബം ആരോപിക്കുന്നത് സംസ്ഥാന പോലീസിന്റെ അന്വേഷണത്തിനെതിരെ മാത്രമല്ല CPM നേതാക്കൾക്കെതിരെയും വലിയ ആരോപണങ്ങളാണ്. ആദ്യം CPM നേതാക്കളുടെ നിലപാടിനൊപ്പം അല്ലെങ്കിൽ അവരെ പ്രതിക്കൂട്ടിൽ നിർത്താത്ത കുടുംബം പിന്നീട് നിലപാട് മാറ്റി ഇപ്പോൾ ജാമ്യത്തിന് ശേഷം PP ദിവ്യയെ സംരക്ഷിക്കുന്ന നിലപാടിലേക്ക് CPM വന്നു എന്ന ആരോപണം കൂടിയാണ് കുടുംബം ഈ ഹർജിയിൽ ഉന്നയിക്കുന്നു എന്നതാണ്. അതുകൊണ്ടാണ് ഇന്ന് പ്രധാനപ്പെട്ട നീക്കം കോടതിയിൽ ഉണ്ടാവുന്നത്. ആജ്ഞ രവീന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നു. ആജ്ഞ, വളരെ സുപ്രധാനമായ ഒരു ഹർജിയാണ് പരിഗണിക്കുന്നത്. കേരളം ഏറെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. ഈ ഹർജിയിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നീക്കത്തിൽ എന്താണ് കോടതി നടപടികൾ നമുക്ക് പ്രതീക്ഷിക്കാനാവുക? ഇപ്പോൾ കോടതി കേസ് പരിഗണിക്കും. സജിത്ത, ഈ വിഷയത്തിൽ നേരത്തെ തന്നെ അതായത് മാധ്യമങ്ങൾ തന്നെ ഉന്നയിച്ചിരുന്ന ആശങ്ക തന്നെയാണ് കുടുംബം ഇപ്പോൾ മുന്നോട്ട് ഉന്നയിക്കുന്നതെന്നുള്ള കാര്യമാണ് വ്യക്തമാകുന്നത്. കാരണം നവീൻ ബാബുവിനെ കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയതാണോ എന്നുള്ള സംശയമാണ് കുടുംബത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന പോലീസിന്റെ അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല. സംസ്ഥാന പോലീസിന്റെ അന്വേഷണത്തിൽ കുടുംബത്തിന് വിശ്വാസമില്ല എന്നുള്ള തരത്തിലുള്ള ഹർജിയാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്ര ഏജൻസി കേസ് അന്വേഷിക്കണം. നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള കേസ് കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം. CBIക്ക് അന്വേഷണം വിടണം എന്നുള്ള ആവശ്യം ഉന്നയിച്ച് തന്നെയാണ് നവീൻ ബാബുവിന്റെ കുടുംബം കോടതിയിലെത്തിയിരിക്കുന്നത്. ഹൈക്കോടതിയിൽ ജസ്റ്റിസ് ബച്ചു കുര്യനാണ് ഈ കേസ് സിംഗിൾ ബെഞ്ചാണ് ഈ കേസ് പരിഗണിക്കുന്നത്. എന്തായാലും നേരത്തെ തന്നെ സജിത്ത് സൂചിപ്പിച്ചതുപോലെ ഒരുപാട് ആശങ്കകളും അല്ലെങ്കിൽ ഒരുപാട് സംശയങ്ങൾക്കും ഒടുവിലാണ് കുടുംബം ഇത്തരത്തിലൊരു നിലപാടിലേക്ക് മാറിയിരിക്കുന്നതെന്നാണ്. കാരണം PP ദിവ്യയെ പാർട്ടി സംരക്ഷിക്കുന്നുണ്ട്. അതിനുശേഷവും അതായത് നവീൻ ബാബു PP ദിവ്യ സ്റ്റേജിലെത്തി, ഒരു ക്യാമറാമാനുമായി സ്റ്റേജിലെത്തി, വിളിക്കാത്ത ചടങ്ങിലെത്തിയ ശേഷം ഈ പ്രശ്നമുണ്ടായ ശേഷം നവീൻ ബാബുവിനെ അധിക്ഷേപിച്ച് സംസാരിച്ച പ്രശ്നമുണ്ടായതിനു ശേഷവും നവീൻ ബാബുവിനെ കാണാൻ ചിലർ എത്തിയിരുന്നുവെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. മാത്രമല്ല പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ കുടുംബത്തിന്റെ സാമീപ്യമില്ലാതെ തന്നെയാണ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചത്. കുടുംബത്തിന്റെ സാന്നിധ്യം അതിനകത്ത് ഉറപ്പാക്കേണ്ടതായിരുന്നിട്ട് പോലും പോലീസ് അതിനു വേണ്ടി വെയിറ്റ് ചെയ്തില്ല, കാത്തിരുന്നില്ല എന്നൊരു കാര്യവും കുടുംബം ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഈ കേസുമായി മുന്നോട്ട് CBI അന്വേഷണത്തിന് CBI അന്വേഷണം അനുവദിക്കുന്നത് വരെ ഈ കേസുമായി മുന്നോട്ട് പോകാനാണ് കുടുംബത്തിന്റെ തീരുമാനം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഭാര്യ മഞ്ജുഷ മാധ്യമങ്ങളോട് പ്രതികരിച്ചതും അത്തരത്തിലുള്ളത് അങ്ങനെ തന്നെയാണ്. കാരണം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നുള്ള സംശയം ഇപ്പോഴും കുടുംബത്തിന് ബാക്കി നിൽക്കുന്നുണ്ട്. കൊലപാതകം എന്ന് തന്നെയുള്ള നിലപാടിൽ തന്നെയാണ് നവീൻ ബാബുവിന്റെ കുടുംബമുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതിയിൽ ഇത്തരത്തിലൊരു ഹർജി പോയിരിക്കുന്നത്. ഇതുവരെയുള്ള സംസ്ഥാന പോലീസ് അന്വേഷണം എവിടെയും എത്തിയിട്ടില്ല. അല്ലെങ്കിൽ നവീൻ ബാബുവിന്റെ മരണകാരണം എന്താണ് എന്നുള്ള ഊഹാപോഹങ്ങളല്ലാതെ ഒരു കൃത്യമായ അനുമാനത്തിലേക്ക് എത്താൻ സംസ്ഥാന പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്ന കാര്യവും കുടുംബം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും കേന്ദ്ര ഏജൻസി വിഷയത്തിൽ ഇടപെടണമെന്ന് തന്നെയാണ്. CPM ഭരിക്കുന്ന സർക്കാർ കൂടിയായതുകൊണ്ട് തന്നെ PP ദിവ്യയോ അതല്ലെങ്കിൽ കേസിലെ മറ്റു പ്രതികളുണ്ടെങ്കിൽ അവയെ സംരക്ഷിക്കുന്ന നടപടികളായിരിക്കും CPMന്റെ ഭാഗത്തുനിന്നും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നും. അത് തന്നെയായിരിക്കും സംസ്ഥാന പോലീസിന്റെ നിലപാട് എന്ന് തന്നെയാണ് കുടുംബം ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ CBI അന്വേഷണം വേണം, അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസി ഈ വിഷയം കേസ് അന്വേഷിക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. ഈ കേസ് പരിഗണിക്കുമ്പോൾ കുടുംബത്തിന്റെ വാദം ഇങ്ങനെയാണ്. ഹർജിയിൽ അവർ അങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നു. ഇതിൽ സർക്കാർ എടുക്കാൻ പോകുന്ന നിലപാട് നിർണായകമായിരിക്കുമല്ലോ. കാരണം ഇതുവരെ പ്രോസിക്യൂഷൻ ഈ കുടുംബത്തിന്റെ വാദത്തിനൊപ്പം നിലപാടെടുത്താണ് മുന്നോട്ട് പോയത്. PP ദിവ്യ ജാമ്യം നേടി അവർ പുറത്തു വരുന്നു. ഇപ്പോൾ ഈ ഹർജിയിൽ കുടുംബം ആക്ഷേപിക്കുന്നത് സംസ്ഥാന പോലീസിനെതിരെയാണ്. CBI അന്വേഷണമാണ് അവരുടെ ആവശ്യം. അതുകൊണ്ട് പ്രോസിക്യൂഷൻ സംസ്ഥാന സർക്കാർ കോടതിയിലെടുക്കുന്ന നിലപാട് നിർണായകമായിരിക്കില്ലേ? എന്ത് നിലപാട് ഇക്കാര്യത്തിൽ പ്രോസിക്യൂഷൻ സംസ്ഥാന സർക്കാർ സ്വീകരിക്കാനാണ് സാധ്യത? സജിത്ത് സൂചിപ്പിച്ചതുപോലെ പ്രോസിക്യൂഷൻ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ഇതുവരെയും നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പം എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് പോകുമ്പോഴും PP ദിവ്യക്കെതിരെ നടപടിയെടുക്കാൻ അല്ലെങ്കിൽ PP ദിവ്യയെ അറസ്റ്റ് ചെയ്യാൻ സംസ്ഥാന പോലീസും അതല്ലെങ്കിൽ പാർട്ടിയും PP ദിവ്യയെ ഒളിവിൽ പോകാനും അവർക്ക് സംരക്ഷണം ഒരുക്കാനും പാർട്ടി കാണിച്ചിരുന്ന ഇടപെടലുകളും ഒക്കെ ആ സമയത്തും ചർച്ചയായിരുന്നതാണ്. അതുകൊണ്ട് തന്നെ കാത്തിരുന്ന് തന്നെ കാണണം സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കുമെന്നുള്ള കാര്യത്തിൽ കാത്തിരുന്ന് തന്നെ കാണണം. പക്ഷേ നവീൻ ബാബു എന്ന ADMന്റെ മരണം
ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നുള്ള കാര്യത്തിൽ സംശയം ബാക്കി നിൽക്കെ ഇതിന് കണ്ണടച്ചുള്ള അല്ലെങ്കിൽ നീതിപൂർവമായ ഒരു ഇടപെടലിലേക്ക് സംസ്ഥാന സർക്കാർ പോയേ മതിയാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു നിലപാടായിരിക്കും സംസ്ഥാനത്തിന്റെ ഭാഗത്തു നിന്നും പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ CBI അന്വേഷണത്തിന് വിടണമെന്നുള്ള കുടുംബത്തിന്റെ ആവശ്യത്തെ സംസ്ഥാന സർക്കാർ പിന്തുണയ്ക്കുമോ എന്നുള്ള കാര്യത്തിലും വ്യക്തത വരാണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം കേന്ദ്ര ഏജൻസിയിലേക്ക് വിടുമ്പോൾ അത് സംസ്ഥാനത്തിന്റെ അതല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെയും സംസ്ഥാന പോലീസിന്റെയും കഴിവില്ലായ്മയെ ചോദ്യം ചെയ്യുന്ന ഒരു തരത്തിലേക്ക് നീങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ കേസിന്റെ വാദമുഖങ്ങൾ മാറിയേക്കാം. അതുകൊണ്ട് തന്നെ അങ്ങേയറ്റം സൂക്ഷിച്ച് തന്നെ ആയിരിക്കും ഒരു പക്ഷേ ഇക്കാര്യത്തിൽ പ്രോസിക്യൂഷൻ നിലപാടെടുക്കുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സൈറ്റ് സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാന സർക്കാർ ഇത്രയും സമയം നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പം ആയിരുന്നെങ്കിൽ കൂടിയും നേരത്തെ തന്നെ CPM ഇടപെടലുകൾ ഈ PP ദിവ്യയെ ഒളിവിൽ പാർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടും അറസ്റ്റ് ചെയ്യാൻ വൈകുന്നതുമായി ബന്ധപ്പെട്ടുമുള്ള കാര്യങ്ങളിലൊക്കെ CPM ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് കുടുംബത്തിന്റെ ആരോപണം. അത്തരം ആരോപണങ്ങൾ നിലനിൽക്കുന്നതിനിടെയാണ് ഈ ഹർജിയുമായി കുടുംബം ഹൈക്കോടതിയിൽ എത്തുന്നതും കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന ആവശ്യം ഉന്നയിക്കുന്നതും. അതാണ് സാഹചര്യം. അതാണ് എന്തായാലും ആഞ്ജലിക്ക് ഞങ്ങൾ വരുന്ന മണിക്കൂറുകൾ തിരികെ വരാം. കാരണം വളരെ പ്രധാനപ്പെട്ട നീക്കം ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനം CBI അന്വേഷണത്തെ ആവശ്യത്തെ കുടുംബം അനുകൂലിക്കുമോ എന്ന കാര്യമാണ്. മറ്റൊന്ന്, ഇത് കൊലപാതകമാണെന്ന വാദത്തോട് സംസ്ഥാന സർക്കാർ യോജിക്കുമോ? അത് സുപ്രധാനമാണ് ഇന്നത്തെ കോടതിയിലെ സർക്കാരിന്റെ നീക്കങ്ങൾ കൂടി.